കോഴിക്കോട് യുവാവിനെ ബന്ദിയാക്കി ലക്ഷങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമം. ചാലിൽ താഴം സ്വദേശിയായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കിയത് ഒരാഴ്ചയോളം. യുവാവിന്റെ നഗ്ന ഫോട്ടോ മാതാവിന് അയച്ച് 8 ലക്ഷം രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. സംഭവത്തിൽ യുവതി ഉൾപ്പെടെ 7 പേർക്കെതിരെ ചേവായൂർ പോലീസിൽ പരാതി നൽകി. വിവരങ്ങളുമായി രമ്യാദാസാണ് ചേരുന്നത്. രമ്യ, എപ്പോഴായിരുന്നു സംഭവം? ഇത് സംബന്ധിച്ച മറ്റെന്തൊക്കെ വിവരങ്ങളാണുള്ളത്? ആര്യശ്രീ, ഈ സുഹൃത്തിനെ കാണാൻ ബാംഗ്ലൂർ എത്തിയ യുവാവിനെയാണ്, അതായത് 21-കാരനെയാണ് ഇത്തരത്തിൽ 7 അംഗ സംഘം തട്ടിക്കൊണ്ടുവന്ന് ഒളിവിൽ പാർപ്പിച്ചുകൊണ്ട് ലക്ഷങ്ങൾ തട്ടിയെടുക്കാനുള്ള ഒരു ശ്രമം നടന്നത്. കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ ഫ്ലോറിക്കൽ റോഡ് സ്വദേശിയായ 21-കാരനെയാണ് ഇത്തരത്തിൽ 7 അംഗ സംഘം തട്ടിക്കൊണ്ടുപോകുന്ന തടവിൽ പാർപ്പിച്ചത്. അതായത് കഴിഞ്ഞ 24-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 24-ന് സുഹൃത്തിനെ കാണാനായാണ് ഈ യുവാവ് ബാംഗ്ലൂരിൽ എത്തുന്നത്. തുടർന്ന് ഈ സുഹൃത്തിൻ്റെ ഫ്ലാറ്റിലെത്തിയ യുവാവിനെ 7 അംഗ സംഘം അവിടെ എത്തുകയും തട്ടിക്കൊണ്ടുപോരുകയുമായിരുന്നു. തുടർന്നാണ് ഇയാളെ കോഴിക്കോട് എത്തിച്ച് ഒരു വീട്ടിൽ തടവിൽ പാർപ്പിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഇയാൾക്ക് ഇവിടെ നിന്ന് പുറത്തു കടക്കാനായത്. തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. ഈ തടവിൽ പാർപ്പിച്ചുകൊണ്ടിരിക്കെ ഇയാളുടെ നഗ്ന വീഡിയോ എടുക്കുകയും തുടർന്ന് അത് ഇയാളുടെ മാതാവിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ മാതാവ് ആ ഘട്ടത്തിലൊന്നും പോലീസിൽ പരാതിയുമായി നൽകിയിരുന്നില്ല. 8 ലക്ഷം രൂപയായിരുന്നു ഈ യുവാവിനെ വിട്ടു നൽകാനായി മോചനദ്രവ്യമെല്ലാം ആവശ്യപ്പെട്ടത്. പക്ഷേ ആ ഘട്ടത്തിൽ മാതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ്, അതായത് ഇന്നലെയാണ് ഇത്തരത്തിൽ യുവാവിനെ ഈ തടവിൽ പാർപ്പിച്ച ഇടത്തു നിന്നും പുറത്തേക്ക് കടക്കാനായത്. തുടർന്നാണ് ഇത്തരത്തിൽ ചേവായൂർ പോലീസ് സ്റ്റേഷനിലെത്തുകയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകുകയെല്ലാം ചെയ്തിട്ടുള്ളത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ 7 പേർക്കെതിരെയാണ് ചേവായൂർ പോലീസ് കേസെടുത്തിട്ടുള്ളത്. വ്യക്തമാണ്. എന്തായാലും 7 പേർക്കെതിരെ പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. രമ്യയാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.